വിവരസാങ്കേതിക വിപ്ലവകരമായ മാറ്റങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന അത്യാധുനിക യുഗത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോകുന്നത്. ഈ ആഗോളകരമായ മാറ്റം 12 വർഷങ്ങൾക്ക് മുൻപ് മുൻകൂട്ടി കണ്ട ഒരു വ്യക്തിയുണ്ട്. മറ്റാരുമല്ല, ജിടെക് കമ്പ്യൂട്ടേഴ്സിന്റെ അമരക്കാരൻ മെഹ്റൂഫ് മണലോടി. അന്ന് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതായത് സാധാരണക്കാർക്കൊന്നും പഠിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സ് ഫീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു സമയത്ത്, അതായത് ഈ ഒരു 94-95 സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ സൊസൈറ്റിയിലുള്ള ഒരു വിഭാഗക്കാർ മാത്രമായിരുന്നു അന്നൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു 1 ഇയർ കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 50,000-60,000 ഒക്കെ സാധാരണ വരാറുണ്ടായി. പിന്നെ നമ്മൾ കാണുന്ന ഈ PGDC ഒക്കെ അന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30-35,000 ഒക്കെ കയ്യിലില്ലാതെ പഠിക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു അത്. അപ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയ കോഴ്സ് ഫീസൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതൊരു ചെറിയൊരു പെർസെൻറ്റേജ്. 100 ആൾക്കാരെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-20% ആൾക്കാർക്ക് മാത്രമേ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി അന്നും ഇന്നും ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഇവിടെ വലിയൊരു മാസമാണ്. ഈ ഒരു 70-80% വരുന്ന ആൾക്കാരാണ് നമുക്ക് ആവറേജ് ആയിട്ടും ബിലോ ആവറേജ് ആയിട്ടും ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇത്രയും വലിയൊരു പെർസെൻറ്റേജാണ്. അപ്പോൾ അതൊരു ജനകീയ രീതിയിൽ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് ഫീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ത്തോട് കൂടിയിട്ടാണ് ഞാൻ 2000 ജിടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയെ പറ്റി ആലോചിച്ചതും 2001 ഇതൊരു കമ്പനിയായിട്ട് ലോഞ്ച് ചെയ്തതും ആ കാരണത്താലാണ്. ലോകത്ത് IT അഭൂതപൂർവമായ നേട്ടം കൈവന്നിരിക്കുകയാണ്. ഈ നൂതനമായ കമ്പ്യൂട്ടർ തരംഗത്തിന് ഇദ്ദേഹം നൽകിയ പേരാണ് ജിടെക്. ജിടെക് എന്ന് പറയുമ്പം നമ്മളെ അന്നത്തെ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജിസ്റ്റ് എന്നാണ്. അതായത് എനിബഡി ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുള്ളവരുടെ ഒരു കൂട്ടായ്മ. ഇത് ഇങ്ങനെയാണ് ഞാൻ അതിന് ആ ഒരു ജിടെക് എന്നുള്ളതിന് ഒരു കോൺസെപ്റ്റ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ഒരു കൂട്ടായ്മ തന്നെയാണ് തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈവൻ ജിടെക് ഫാമിലി എന്നാണ് പറയുക. കാരണം നമ്മളെ ഈ പറഞ്ഞ സെൻറ്ററുകളാണെങ്കിലും നമ്മളെ സ്റ്റാഫാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ നമ്മൾ ജിടെക് ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എന്നും കൺസിഡർ ചെയ്യുന്നത്. Being here in GTech India, here through this week, and the team is very capable. They have been very friendly with us, and we are sure that we are going to have a lot of success with the company in Mexico. And for all our team in GTech India, Mexico says, hola GTech India. Nosotros estamos muy contentos de estar aquí en GTech India, Francisco y yo, y estamos muy complacidos de el equipo de gente aquí en este país. Han sido todos muy amables con nosotros y un saludo de nuestro país. IT മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത പേരാണ് ജിടെക്. ലോകത്താകമാനം 500 സെന്ററുകളാണ് ജിടെക്കിനുള്ളത്. സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജിടെക്കിൽ നിന്നും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിന്റെ അക്ഷരങ്ങൾ നുകരുന്നത് ഏകദേശം 9.5 ലക്ഷം വിദ്യാർത്ഥികളാണ്. ഏകദേശം 12 വർഷത്തേക്ക് കടക്കുകയാണ്. ഏകദേശം കഴിഞ്ഞ ഒരു 10-11 വർഷമായിട്ട് നമുക്ക് 9.5 ലക്ഷം കുട്ടികളാണ് നമ്മൾ ആധികാരികമായിട്ടുള്ള ഒരു കണക്ക്. 9.5 ലക്ഷം കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അവർക്ക് ലോകത്തിൻ്റെ ഭാഗങ്ങളിലായിട്ട് അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ നമ്മളെ അടുത്തുനിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ജിടെക് കമ്പ്യൂട്ടർ
വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചെടുത്തത്. കേരളത്തിന് പുറത്ത് നമുക്ക് തമിഴ്നാട്, അതുപോലെ കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി, പിന്നെ UP, പിന്നെ ഈവൻ ബംഗാൾ, അതേപോലെ ഒറീസ, ഇങ്ങനെയുള്ള ഒരുവിധം മേജറായിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് റീജിയണൽ സപ്പോർട്ട് ഓഫീസുകളും പിന്നെ അതേപോലെ നമ്മളുടെ ഏരിയ മാനേജേഴ്സൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സെൻറ്ററുകളിലൊക്കെ അതും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവരുടെ അഡ്മിനിസ്ട്രേഷനും അതേപോലെ ഓപ്പറേഷനൊക്കെ അതും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ കോഴിക്കോടുള്ള മെയിൻ ഓഫീസിൽ നിന്നാണ്. ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമുക്ക് ശ്രീലങ്കയിൽ നമുക്ക് സെൻറ്ററുകളുണ്ട്. ശ്രീലങ്കയിലുള്ള മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഗവൺമെൻറ് പ്രൊജക്റ്റുകളാണ് ചെയ്തു കൊടുക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് നമുക്ക് ശ്രീലങ്കയിലുണ്ട്. അതേപോലെ ഇപ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ നമുക്ക് അബുദാബി, അതേപോലെ പിന്നെ റാസൽ ഖൈമ, ഷാർജ, പിന്നെ അലൈൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സെൻറ്റർ ഉണ്ട്. കുവൈറ്റിൽ നമുക്ക് സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സിംഗപ്പൂരിൽ നമ്മളെ മെയിൻ ഓഫീസ് ഉണ്ട്. നമ്മൾ മെയിൻ സെൻറ്റർ, അതായത് കോർപ്പറേറ്റ് ഓഫീസ് സിംഗപ്പൂരിലാണ്. എൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു സെൻറ്ററാണ് അവിടെ ഉള്ളത്. അപ്പം അങ്ങനെ ആ ഒരു ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ, പിന്നെ ഇറാനിൽ നമുക്ക് ഇതേപോലെ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ടൈപ്പാണുള്ളത്. ഗവൺമെൻറ്റിൻ്റെ പേരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് നമ്മളവിടെ സപ്പോർട്ട് കൊടുക്കുന്നത്. ഇസ്രാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. അതേപോലെ ഇപ്പോൾ നമ്മൾ പിന്നെ മെക്സിക്കോ, അതായത് ലാറ്റിൻ അമേരിക്കൻ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ നീങ്ങിയിട്ടുണ്ട്. മെക്സിക്കോയിൽ നമുക്ക് സെൻറ്റർ ഉണ്ട്. വിവരസാങ്കേതിക വിദ്യ പകർന്നു നൽകുക മാത്രമല്ല, അതിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിൽ നേടിയെടുക്കാൻ പ്രാപ്തരാക്കുകയും ഒപ്പം തന്നെ തൊഴിൽ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വലിയൊരു എഫേർട്ട്, അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ വർക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ നല്ലൊരു ടീം എൻ്റെ കൂടെ ഇവിടെ തന്നെ നമുക്ക് ഓഫീസിൽ ഏകദേശം 70-75ഓളം ആൾക്കാർ, അവരും ഈ ഇതിൽ വലിയൊരു എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ്. അതായത് ഇത്രയും സെൻറ്ററുകളെ അല്ലെങ്കിൽ ഇത്രയും കുട്ടികളെയൊക്കെ നമ്മൾക്ക് മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമല്ല. അപ്പം 10-50,000 ആൾക്കൊക്കെ ഒരു ദിവസം പരീക്ഷ നടത്തുക, അവരുടെ വാല്യുവേഷൻ നടത്തുക, അവർക്ക് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക, അതും ഇത്രയും കാലങ്ങളായിട്ട് നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പം വലിയൊരു എഫേർട്ട്, വലിയൊരു ടീം വർക്ക് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടീം വർക്കും എഫേർട്ടൊന്നും അറിയാത്ത ആൾക്കാരാണ് നമ്മളെ ഡാമേജ് ചെയ്യാനും ഇതിൻ്റെ മേലെ ബാർഗെയിൻ ചെയ്യാനൊക്കെ വേണ്ടി ശ്രമിക്കുന്നത്. വിവരസാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ജിടെക് നേടിയെടുത്ത വളർച്ച, ഒപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ നിസ്തുലമായ സേവനം എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. നമ്മൾ പിന്നെ 2001 ഫെബ്രുവരി 10 നമ്മൾ പിന്നെ കോഴിക്കോട് ഈ ഒരു സ്ഥാപനം ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം നമ്മൾ ലോഞ്ച് ചെയ്യണത്. 2001, 2002, 2003 സമയങ്ങളിൽ തന്നെ നമ്മൾ പിന്നെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ എക്സ്പാൻഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു കമ്പനിയുടെ ഉദ്ദേശം തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ ഒരു ഫ്രാഞ്ചൈസി കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് തന്നെ. അപ്പം 2001 മുതൽ തന്നെ നമ്മൾ ഈ ഒരു എക്സ്പാൻഷൻ ആയിരുന്നു നമ്മൾ കൂടുതലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ മലബാറിൻ്റെ ഈ ഒരു കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പിന്നെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, അതേപോലെ മലപ്പുറം ജില്ലകളിലായിരുന്നു ഈ 2001, 2002, 2003 സമയങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2003 നമ്മൾ കൂടുതൽ, അതായത് പിന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഇങ്ങനെയുള്ള സൗത്ത് സൈഡിലേക്ക് നമ്മൾ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി കേരളം മുഴുവൻ നമ്മൾ വ്യാപിച്ചു. ഇന്ന് കേരളത്തിൽ നമുക്ക് ഏകദേശം 226ഓളം സെൻറ്ററുകൾ, അതായത് കേരളത്തിലുള്ള എല്ലാ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് സിറ്റികളും നമ്മൾ കവർ ചെയ്യുന്നു. വലിയൊരു സ്റ്റുഡൻറ് സ്ട്രെങ്ത് നമുക്ക് ഇന്ന് കേരളത്തിൽ ഏകദേശം 1,00,000 അടുത്ത് കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. വിവരസാങ്കേതിക വിദ്യാവേദിയിൽ വിജയക്കൊടി പാറിച്ച മെഹ്റൂഫ് മണലോടി നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്.
അവാർഡ്സ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും നമുക്ക് വലിയൊരു മോട്ടിവേഷനാണ്. 2006-2007 എനിക്ക് പിന്നെ ഒരു ഗാന്ധി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ രാജീവ് ഗാന്ധി IT അവാർഡ് 2008 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും സന്തോഷം ഉള്ള ഒരു അവാർഡ് എന്ന് പറയുന്നത് UK പാർലമെൻറ്റിൽ ഐ വാസ് ഓണേഡ് ഇൻ 2009. അത് നമുക്ക് ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടും വലിയൊരു അനുഗ്രഹമായിട്ടും കരുതുന്നു. കാരണം ഒരുപാട് കാലം ഒരുപാട് വർഷം നമ്മളെ ഇന്ത്യക്കാരെ ഭരിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ അവരുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സ്ഥലമാണ് അവരുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ കയറാനും അവിടെ നിന്ന് ഒരു അവാർഡ് വാങ്ങാനൊക്കെ പറ്റിയതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് അതിനെ കരുതുന്നു. കാരണം അത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നമ്മൾ GTECനും അല്ലെങ്കിൽ എനിക്കുമാണ് ഇങ്ങനൊരു ഇത്ര വലിയൊരു അംഗീകാരം നമുക്ക് കിട്ടിയിട്ടുള്ളത്. വലിയ മോട്ടിവേഷനാണ്. കാരണം മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പിന്നെയും നമ്മൾക്ക് ഒരു ഭയങ്കര മോട്ടിവേഷനാണ് ഈ അവാർഡ് എന്ന് പറയുന്നത്. ഈ അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ എൻ്റെ മാത്രം ഉള്ള ഒരു എഫേർട്ടല്ല ഉള്ളത്. ഇവിടെ നല്ലൊരു ടീം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഓഫീസിലുള്ള ഭൂരിഭാഗം ആൾക്കാരും. 10 കൊല്ലമൊക്കെ ആയിട്ട് എൻ്റെ കൂടെയുള്ള ആൾക്കാരാണുള്ളത്. പൊതുവെ ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇവിടുന്ന് ആരും പോവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടീം വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഈ അവാർഡുകൾ എന്നൊക്കെ പറയുന്നത്. കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം മദ്രാസ് ന്യൂ കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി മെഹ്റൂഫ് മണലോടി ഇക്കാലത്ത് തന്നെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും നേടി. 1994 മുതൽ 1999 വരെയുള്ള കാലയളവിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. അപ്പോഴെല്ലാം മെഹ്റൂഫിന്റെ മനസ്സിൽ സ്വന്തമായ ഒരു സ്ഥാപനം എന്ന ഒരു സ്വപ്നം തന്നെയായിരുന്നു. 1993 ആണ് ഞാൻ എൻ്റെ ഡിഗ്രി അതേപോലെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസമൊക്കെ ചെന്നൈയിൽ നിന്നാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെന്നൈ ന്യൂ കോളേജിലായിരുന്നു ഞാൻ ഈവൻ ഡിഗ്രിയും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 94 കോഴിക്കോട് വന്നിട്ട് പിന്നെ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ജോലിയാണ് ഞാൻ ശരിക്കും 94 ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ജോലി ചെയ്ത് വന്ന് പിന്നെ 95 സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്നത്. Hi to everybody. We are very pleased to stay here in India, and we are very pleased also to belong to GTEC family. We are from Mexico, and we are very sure that this is going to be a very successful joint venture, and our goal is to make the GTEC brand to be well known in all over Latin America. Estamos muy contentos de estar aquí. Estoy seguro que vamos a unir México y a India a través de GTEC, y todos formamos parte de una misma familia. Hola a todos. കഠിനാധ്വാനം മുഖമുദ്രയാക്കിയാണ് മെഹ്റൂഫ് തന്റെ ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ഒപ്പം തന്നെ കൂട്ടായ പ്രവർത്തനവും ഈശ്വരചിന്തയും മുതൽക്കൂട്ടായെന്നും മെഹ്റൂഫ് ഓർമ്മിക്കുന്നു. നമ്മളെ സംബന്ധിച്ചോളം പിന്നെ ഇതിൽ സത്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സത്യത്തിൽ മാത്രം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരും ഇത്രയും സ്റ്റാഫും ഇത്രയും സ്റ്റുഡൻസും ഇത്രയും സെൻറ്ററുകളൊക്കെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതെ ഇപ്പോഴും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻസ് വിഭാഗം പൂർണ്ണമായും അതിൻ്റെ കൃത്യതയോടെ നടത്തുന്നു എന്ന് ഉറപ്പാക്കാൻ നമ്മുടെ ബഹുമാന്യനായ CMD വളരെ താല്പര്യം കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻസ് ഇതിന് ചെറുതല്ല. എല്ലാ കാര്യങ്ങളും അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇത് വിജയത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായ ഘടകം അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷൻ ഇതിൻ്റെ എല്ലാം മേളിലുണ്ടെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ കേരളത്തിലെ വ്യത്യസ്ത സാമ്പത്തിക സ്ഥിതിയിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ
കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കയ്യിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യത്യസ്ത തരത്തിലുള്ള സ്കോളർഷിപ്പുകളും സ്കീമുകളും രൂപീകരിക്കുകയും അതിലൂടെ കേരളത്തിലെ എല്ലാ സാമൂഹിക സാമ്പത്തിക നിലവാരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം അഫോർഡബിളായി എത്തിക്കുക എന്നൊരു പരമപ്രധാനമായ ലക്ഷ്യമാണ് ജിടെക്കിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ നടത്തുന്നത്. ഈ എല്ലാ പ്രവൃത്തികളിലും ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് ഞങ്ങളുടെ CMD ഈ കാണുന്ന 230ഓളം സെൻറ്ററുകളിലെ കൗൺസിലേഴ്സിനെയും ഓരോ ജില്ലയിലെയും ഏരിയ മാനേജേഴ്സിനെയും ഞങ്ങൾ ഓരോരുത്തരും കോർഡിനേറ്റ് ചെയ്യുന്നതിന് കൂടാതെ CMDൻ്റെ ഭാഗത്തു നിന്നും ഡയറക്റ്റ് തന്നെ അവരിലേക്കൊക്കെ തന്നെ പ്രചോദനവും മോട്ടിവേഷനും തന്നെ നൽകപ്പെടുന്നുണ്ട്. ഉമ്മയും സഹോദരങ്ങളും ഭാര്യയും നൽകിയ പിന്തുണ വിലമതിക്കാനാവാത്തതാണെന്നും മെഹ്റൂഫ് നിറഞ്ഞ മനസ്സോടെ പറയുന്നു. ഫാമിലി സപ്പോർട്ട് ഇതിൽ വലിയൊരു ഘടകമാണ്. കാരണം നമ്മളിങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇങ്ങനെ രാവും പകലും ഓടി നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ അതിന് ഇപ്പം നമ്മൾ കടപ്പാടുള്ള കുറേ ആൾക്കാരുണ്ട്. ഫാമിലിയിലുള്ള എല്ലാവരും കടപ്പാടുള്ള ആൾക്കാർ തന്നെയാണ്. വലിയൊരു എഫേർട്ട് മദറിനുണ്ട്. പിന്നെ ഇപ്പം ബ്രദേഴ്സൊക്കെ തന്നെ വളരെ സപ്പോർട്ടീവാണ്. സിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. എന്ത് കാര്യത്തിനും നമുക്കൊരു ധൈര്യം, എന്ത് ചെയ്താലും അവരൊക്കെ പിന്നിലുണ്ട് എന്നുള്ള ഒരു ധൈര്യം എപ്പോഴും നമുക്ക് എന്തെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു ആവശ്യമുള്ള സംഭവമാണ്. അതേപോലെ തന്നെ ഭാര്യയായാലും ശരി, പിന്നെ മക്കളായാലും ശരി, ഇപ്പം നമ്മളെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് അത് മനസ്സിലാക്കിയിട്ടുള്ള രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവിടെ നിന്ന് ഉണ്ടാകുമ്പോഴാണ് നമുക്കെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുക. സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനവും ഒരുപാട് പേരുടെ പ്രാർത്ഥനയുമാണ് തന്റെ വിജയരഹസ്യമെന്ന് ഊട്ടിയുറപ്പിക്കുന്ന മെഹ്റൂഫ് മണലോടി. പാർലമെന്റ് ഓഫ് UK നൽകിയ പുരസ്കാരം തനിക്ക് വിലമതിക്കാനാവാത്തതാണെന്ന് മെഹ്റൂഫ് പറയുന്നു. ഏറ്റവും സന്തോഷം ഉള്ള ഒരു അവാർഡ് എന്ന് പറയുന്നത് UK പാർലമെന്റിൽ ഐ വാസ് ഓണേർഡ് ഇൻ 2009. അത് നമുക്ക് ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടും വലിയൊരു അനുഗ്രഹമായിട്ടും കരുതുന്നു. 11 രാജ്യങ്ങൾ, 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, 3500ഓളം ജോലിക്കാർ, ഇതാണ് മെഹ്റൂഫിന്റെ സമ്പാദ്യം. ആഗോളതലത്തിൽ ജിടെക് യൂണിവേഴ്സിറ്റി എന്ന തന്റെ ചിരകാല അഭിലാഷം നേടിയെടുക്കാനുള്ള നിതാന്തമായ ശ്രമത്തിലാണ് മെഹ്റൂഫ് മണലോടി. വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാന് പിന്നെ നമ്മൾ അടുത്ത ഒരു 3-4 വർഷത്തേക്ക് അല്ലെങ്കിൽ 4-5 വർഷത്തേക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മളെ ഈ ഒരു പിന്നെ ജിടെക് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 4-5 അല്ലെങ്കിൽ 3-4 വർഷത്തിന് ശേഷം നമ്മളതായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി, ജിടെക് യൂണിവേഴ്സിറ്റി ചെയ്യാന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഏകദേശം യൂണിവേഴ്സിറ്റിയോട് സാമ്യമുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് ജിടെക് സെൻറ്ററുകൾ, ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, ഇത് തന്നെയാണ് സാധാരണ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ ഒരുപാട് അഫിലിയേറ്റഡ് കോളേജുകളുണ്ടാകും. ഈ അഫിലിയേറ്റഡ് കോളേജുകളിൽ നടക്കുന്ന പരീക്ഷകളും അതിൻ്റെ സിലബസും അല്ലെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കോർഡിനേഷനാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതേ ഒരു സ്റ്റൈലിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കോളേജുകളൊക്കെ വരുന്ന സമയത്ത് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കോർഡിനേഷനൊക്കെ വളരെ എളുപ്പമായിരിക്കും. കാരണം നമ്മളെ ഒരു ഇൻഹൗസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ജെംസ് എന്ന് പറയും, ജിടെക് ഇലക്ട്രോണിക് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ സ്റ്റുഡൻസിനെയും അല്ലെങ്കിൽ ഈ സെൻറ്റേഴ്സിനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നതും ഈ അഡ്മിനിസ്ട്രേഷനും ഓപ്പറേഷനും ഒക്കെ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഈ ഒരു നമ്മളൊരു ഇൻഹൗസ് ഇൻബിൽഡ് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ഡ്രീം എന്ന് പറയുന്നത് അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ ഒരു സ്വന്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇപ്പം കേരളത്തിൽ വലിയ പ്രയാസമാണ്. അപ്പം കേരളത്തിനോട് ബന്ധപ്പെട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി, ഇപ്പോൾ തന്നെ ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളെ സ്വന്തമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. മദ്രാസ് യൂണിവേഴ്സിറ്റീൻ്റെ BCom, BA, BBA, MBA, അതേപോലെ MCA, BCA ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നമുക്ക് നമ്മളെ സെൻറ്ററുകളിലൂടെ നടത്താനുള്ള ഒരു പെർമിഷൻ ഓൾറെഡി നമ്മളത് MOU നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്.